ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ ആണ്ടൂർ എന്ന സ്ഥലത്താണ്. നമ്മളോടൊപ്പം 2 വീട്ടമ്മമാർ, അതിൽ സ്വീറ്റ് ഹോം മേക്കേഴ്സ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് അവരെ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമ്മുടെ ഈ ഷോയിലേക്ക്. ഹലോ ചേച്ചിമാരെ, വെൽക്കം ടു അവർ ഷോ. ചേച്ചിമാരെ പറ്റി പറയുകയാണെങ്കിൽ ഒരാൾ കവിത ചേച്ചി, ദെൻ ശ്രീജ ചേച്ചി. 2 പേരും കുടുംബ ഭരണമൊക്കെ ആയിട്ട് ഗൃഹഭരണമൊക്കെ ആയിട്ട് കഴിയുന്ന 2 വീട്ടമ്മമാരെയാണ് നമുക്കിന്ന് ഈ സ്പെഷ്യൽ സെഗ്മെൻറ്റിലേക്ക്. ഇതൊരു തിരുവാതിര ഐറ്റമാണ് ഒരു പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഒരു കേരള തനിമയുള്ള വസ്ത്രമൊക്കെ ധരിച്ച് 2 പേര് നല്ല ക്യൂട്ടായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ തിരുവാതിരയുടെ ഒരു വിഭവമാണ്. അപ്പോൾ അതുകൊണ്ടാണോ ഇന്ന് ഈ കേരള വേഷത്തിലൊക്കെ നിൽക്കുന്നത്? തിരുവാതിര നമ്മൾ ബ്രാഹ്മണർ എന്നല്ല, എല്ലാ ആൾക്കാരും ആചരിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി സ്പെഷ്യൽ ആ ഒരു ഐറ്റം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഈ വേഷത്തിൽ വന്നു. ഈ വേഷത്തിൽ വന്നു നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. അപ്പം എന്തായാലും നമ്മൾ മലയാളി സ്ത്രീകൾ ഈ ഒരു വേഷത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റെതായൊരു ഭംഗിയുണ്ട് എപ്പോഴായാലും, അല്ലേ? അപ്പം എന്തായാലും അതിൻ്റെ ആ കൈപുണ്യവും ഭക്ഷണത്തിൽ കാണും എന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ കൈപുണ്യത്തിന് ഏറ്റവും നല്ല, എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് പറയുന്നതല്ല, ഏറ്റവും നല്ല കൈപുണ്യമുള്ള ഒരാളാണ് ശ്രീ ചേച്ചി. ശ്രീ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഹസ്ബൻഡ്, 2 ആൺപിള്ളേരാണ്, പിന്നെ അമ്മയുണ്ട്. ഓക്കെ. കവിത ചേച്ചിയുടെ വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ട്, 2 കുട്ടികൾ, ഒരാണും ഒരു പെണ്ണും. സ്വസ്ഥം ഗൃഹഭരണം 2 പേരും. അപ്പൊ നമ്മൾ തുടങ്ങുമല്ലേ ഇന്ന്? തീർച്ചയായിട്ടും. അപ്പൊ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ വിശേഷങ്ങളെല്ലാം പതിയെ പ്രേക്ഷകരുമായിട്ട് നമ്മൾ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പം സ്റ്റാർട്ട് ചെയ്യാം. എന്താ ചേച്ചിമാരെ ആദ്യം ചെയ്യാൻ പോകുന്നത്? ആദ്യം ഈ കഷ്ണങ്ങൾ വേവിച്ചെടുക്കണം. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം നമുക്ക് ആദ്യം തന്നെ പരിചയപ്പെടാം, അല്ലേ? ഇത് പുഴുക്കിനുള്ള കഷ്ണങ്ങൾ: ചേന, ചേമ്പ്, കാച്ചില്, കായ, കൂർക്ക, ചെറുകിഴങ്ങ്, പിന്നെ വൻപയർ അത് ഇടണം. ഇത് പുഴുക്ക് തിരുവാതിര സ്പെഷ്യൽ ഒരു പുഴുക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിനകത്തുള്ളത് ചേന, ചേമ്പ്, കാച്ചില്, കൂർക്ക, കായ, ചെറുകിഴങ്ങ്, ഇതെല്ലാം കൂടി ഒരു പുഴുക്കിന് വേണ്ട ആ ഒരു രീതിയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്ത ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിന് വൻപയർ, പിന്നെ തേങ്ങയിൽ ജീരകവും പച്ചമുളകും കൂടി ചതച്ചെടുക്കണം. തേങ്ങ എന്തോരം എടുത്തിട്ടുണ്ട്? തേങ്ങ ഇതിനുള്ളത് ഒരു ആവശ്യമായിട്ടുള്ളത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, വെളിച്ചെണ്ണ, കറിവേപ്പില. ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്? അത് ഈ കഷ്ണം ഈ പയറും കൂടി വേവിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മുടെ പുഴുക്കിന് വേണ്ട ഐറ്റം, തിരുവാതിര സ്പെഷ്യൽ പുഴുക്കിന് വേണ്ട ഐറ്റംസ് നമ്മൾ അതിലേക്ക് തട്ടിയിരിക്കുകയാണ്. അതെ, എല്ലാം കൂടി ഒന്നിച്ച് കുറച്ച് ഉപ്പ് ഇട്ടു, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി എല്ലാം കഷ്ണത്തിൻ്റെ അളവനുസരിച്ച് അതിൻ്റെ പാകത്തിന് ചേർക്കും. ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു കൈ അളവ് അതിനൊരു സ്പൂണിന്റെ അളവ് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മമാർക്കാണ് അതിന്റെ ടേസ്റ്റ് ഒക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വേവുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ അതിലേക്ക് ഏകദേശം എത്ര വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരിക്കും? ഇപ്പം അത്യാവശ്യം ഒരു 2 ഗ്ലാസ്. കഷ്ണം മൂടിക്കിടക്കാൻ വേണ്ട, അതിന് താഴെയായിട്ട് നിന്നാൽ മതി. കുക്കറിലെല്ലാം ഇട്ട് അടച്ചു വെച്ചു. ഇനി അത് കത്തിക്കാൻ പോവാണ്. അപ്പം പുഴുക്കിന് വേണ്ട, തിരുവാതിര സ്പെഷ്യൽ പുഴുക്കിന് വേണ്ട എല്ലാ ഐറ്റംസും നമ്മൾ കുക്കറിലിട്ട് അടച്ച് വെച്ചു. ഇനി അത് നമ്മൾ എത്ര വിസിലടിക്കണം? 2 വിസിൽ. 2 വിസിലടിച്ചാൽ മതി. 2 വിസിൽ. നമ്മൾ വൻപയർ നേരത്തെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് ആയതുകൊണ്ട് ബാക്കി കഷ്ണത്തിനൊന്നും അത്ര വലിയ വേവില്ല, പെട്ടെന്ന് ആവുന്നതായിരിക്കും. ഇതെങ്ങനെ വീട്ടിലെപ്പോഴും തിരുവാതിരയ്ക്ക് മാത്രം ഉണ്ടാക്കുന്ന ഒരു വിഭവമാണോ, അല്ലെങ്കിൽ നോർമലി നമുക്ക് വീട്ടിലെപ്പോഴും ഉണ്ടാക്കാറുണ്ടോ? അങ്ങനെയാണോ? എപ്പോഴും ഉണ്ടാകുന്ന തിരുവാതിരയ്ക്കാണ് പ്രാധാന്യം. പിന്നെ ഈ ഏകാദശി അങ്ങനെ വല്ലതും ഇതാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ
ഏകാദശി, അതായത് ഗുരുവായൂർ ഏകാദശി, അങ്ങനെ സ്വർഗവാതിൽ ഏകാദശി എന്നും പറഞ്ഞൊക്കെ വിശേഷാൽ ഏകാദശികളുണ്ട്. അപ്പൊ അതിന് ഈ പറഞ്ഞ പോലെ അരിയാഹാരങ്ങൾ കഴിക്കാൻ പാടില്ല. അപ്പൊ ഗോതമ്പ് കഞ്ഞി അല്ലെങ്കിൽ ഗോതമ്പ്. അപ്പൊ ആ ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെയുള്ള കൂടുതലും ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന്റെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളുടെയൊക്കെ വിളവെടുപ്പ് കാലമൊക്കെ വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഉണ്ടാക്കും. എന്നാലും ഇതുപോലുള്ള നൊയമ്പുകൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലും ഇത് ഉണ്ടാക്കുന്നത്. വീട്ടിലെല്ലാവർക്കും 4 മണി പലഹാരമായിട്ടാണോ അല്ലെങ്കിൽ നമ്മൾ ഉച്ചയ്ക്കാണോ? എപ്പോഴാണ് ഇത് കൂടുതലും? ഉച്ചയ്ക്കാണ്. എനിക്ക് തോന്നുന്നു കോട്ടയം സൈഡിലൊക്കെ ഇങ്ങനെയുള്ള പുഴുക്കൊക്കെ കൂടുതൽ ആളുകൾ രാവിലെ പോലും കഴിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതിന്റെ കൂടെ ഇപ്പൊ സാധാരണ നമ്മൾ വീട്ടിൽ സാധാരണ സമയത്ത് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്ക് ഇതിന്റെ കൂടെ കപ്പയും കൂടി ചേർത്ത് നമ്മൾ പുഴുക്ക് ഉണ്ടാക്കും. അപ്പം നമ്മളിപ്പോ ഉണ്ടാക്കുന്ന വിഭവം തിരുവാതിര സ്പെഷ്യൽ ഒരു പുഴുക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്ക് കുറച്ചു പേർക്കെങ്കിലും തിരുവാതിര എന്താണ്, തിരുവാതിരയെ പറ്റിയൊക്കെ കുറച്ചു പേർക്ക് അറിയത്തുള്ളൂ. എന്നാൽ മജോറിറ്റി ഓഫ് പ്രേക്ഷകരെ അറിയത്തില്ലാത്ത ഒരു കാര്യമാണ് തിരുവാതിര, അതിന്റെ ആഘോഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്ക് കൂടുതലായിട്ട് ഇവരോട് ചോദിക്കാം. ചേച്ചിമാരെ, നമ്മൾ എല്ലാവരും അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തിരുവാതിരയുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ആഘോഷങ്ങൾ എങ്ങനെയാ, അതൊക്കെ ഒന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? തിരുവാതിര എന്ന് പറയുന്നത് കൂടുതലും നമ്മൾ മംഗല്യവതികളായ സ്ത്രീകൾ അതിന്റെ ആ മംഗല്യം കൂടുതൽ ദീർഘനാളത്തേക്ക് ദീർഘസുമംഗലി ആവാനും, പിന്നെ ഈ കല്യാണപ്രായമാകുന്ന പെൺകുട്ടികൾ അവരുടെ നല്ല ഭർത്താവ്, നല്ല സ്നേഹമുള്ളതും നമ്മളെ കൂടുതൽ ചെയ്യുന്ന ഒരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് എടുക്കണ വ്രതമാണ് തിരുവാതിര വ്രതം. അപ്പൊ നിങ്ങൾ പണ്ടോട്ട് എടുക്കുമായിരുന്നു അങ്ങനെ വ്രതം? ഞാൻ 3 വയസ്സ് തൊട്ടിട്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇവരുടെ മുഖത്തെ ആ ഒരു സന്തോഷം കാണുമ്പോൾ നല്ല ഭർത്താക്കന്മാരുടെ കൂടെ തന്നെയാണ് ഇവരുടെ ജീവിതം. ഒരു സന്തോഷവും സമൃദ്ധിയും ഒക്കെ ആ മുഖത്ത് തന്നെ കാണുന്നുണ്ട്. എന്നുവെച്ചാൽ ചേച്ചിയുടെ ഇതെന്ന് പറഞ്ഞാൽ അവിടെ അടക്കാണ് എന്റെ വീട്, എടപ്പാള്. അപ്പൊ അങ്ങോട്ട് കൂടുതലുണ്ട്. ഞാൻ തെക്കുന്നാ വന്നത്. പന്തളം. അപ്പൊ ഈ പന്തളം മഹാരാജാവിന്റെ നാട്ടിൽ. അപ്പൊ ഇവർക്ക് വടക്കോട്ട് കൂടുതലും ആചാരങ്ങളൊക്കെ കൂടുതലും ഇതാകുന്ന. അപ്പൊ ചേച്ചിക്ക് ചെറുപ്പകാലം തൊട്ടേ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് അത്രയില്ല. ഞാൻ ഇവിടെ വന്നതിലാണ് കൂടുതലും. മുത്തശ്ശിമാരൊക്കെ അനുഷ്ഠിക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്, കൂടാറുണ്ട്. എന്നാലും ഇത്രയും ഒരു എക്സ്പീരിയൻസ് കുറവാണ്. പക്ഷെ ഇവിടെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോ ഒരുപാട് ഇഷ്ടം തോന്നി തുടങ്ങി. എന്നുവെച്ചാ അത് ഇവിടെ വന്നപ്പോ എന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെന്ന് പറഞ്ഞാൽ ഇല്ലങ്ങൾ കുറേ ഉണ്ട്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ അവിടെ എല്ലാം എന്ന് പറഞ്ഞാൽ 1, 2, 3 അല്ലെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ. അതെ, ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്രയും ഇല്ലങ്ങളുള്ള കാരണം അതെ ഇത്രയും അപ്പൊ അത്രയും ആൾക്കാരെ നമുക്ക് കിട്ടൂ. അപ്പൊ പിന്നെ എല്ലാത്തിനും വിളിച്ച ആൾക്കാർ വരാനും. ഒരു വീട്ടിൽ കൂടുമ്പം ഇപ്പൊ എന്റെ വീട്ടിൽ നിന്നാണെങ്കിൽ കുടുംബസഹിതം ഭർത്താവും മക്കളും എല്ലാരും കൂടി അവിടെ ചെന്ന് അതൊരു വലിയ ആഘോഷമായിട്ടാണ്. വിവാഹ ചടങ്ങ് പോലെ. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തേത് വരുന്ന പൂത്തിരുവാതിര, അത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇല്ലത്തായിരിക്കും അവരുടെ ആദ്യത്തെ വരുന്ന തിരുവാതിര. ഞാൻ ഈ പാട്ട് കേട്ടിട്ടുണ്ട്, പൂത്തിരുവാതിര തിങ്കൾ പാട്ടിൽ ഈ പൂത്തിരുവാതിര എന്താണെന്ന് ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോഴാണ് മനസ്സിലായത്. കല്യാണം കഴിഞ്ഞു വരുന്ന, അതായത് ഇപ്പം ആദ്യത്തെ ഓണം എന്നൊക്കെ പറയില്ലേ കല്യാണം കഴിഞ്ഞ, അപ്പൊ അതുപോലെ കല്യാണം കഴിഞ്ഞു വരുന്ന ആദ്യത്തെ തിരുവാതിരക്കാണ് കപ്പിൾസിന് അത് പൂത്തിരുവാതിരയായിരിക്കും. ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ അതിന് ഈ മകയിരത്തിന്റെ അന്ന് എട്ടങ്ങാടി എന്നും പറഞ്ഞ് ഒരു കൂട്ടുണ്ടാക്കും. അതിന്റെ 7 ദിവസം മുന്നേ തൊട്ട് കളിയൊക്കെ തുടങ്ങും. തിരുവാതിര കളിയൊക്കെ 7 ദിവസം മുന്നേ തൊട്ട് 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് തിരുവാതിര. വൈകുന്നേരം ആകുമ്പോ സന്ധ്യ ആകുമ്പോ എല്ലാരും കൂടി ഒന്ന് കളിച്ചിട്ട് പോവും. പിന്നെ നേരത്തെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് വെക്കോ അല്ലെങ്കിൽ? പ്രാക്ടീസ് ഞങ്ങൾ ഇതുപോലെ ഇങ്ങനെ കളിക്കാറുണ്ട്. അതല്ല, ഈ തിരുവാതിരയ്ക്ക് വരണ ആ സമയത്ത് നമ്മൾ അങ്ങനെ പ്രാക്ടീസിന്റെ ഇതില്ല. ജസ്റ്റ് ഒരു 1-2 പാട്ടുകൾ പാടി അത് സിമ്പിൾ സ്റ്റെപ്പുകൾ വെച്ച്, അത് കൂടുതലും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒക്കെ ഇട്ട് അതിൽ ഗണപതി, സരസ്വതി, സ്വയംവരം
ഇങ്ങനെ അത് നിർബന്ധമാണ് ചടങ്ങിന്. അത് കഴിഞ്ഞിട്ട് പിന്നെ മകയിരത്തിൻ്റെ അന്ന് ഈ എട്ടങ്ങാടി അത് നേദിക്കണത് ഈ പൂത്തിരുവാതിര നടത്തുന്ന പെൺകുട്ടികളാണ് നേദിക്കേണ്ടത്. നമ്മുടെ തിരുവാതിര പുഴുക്ക് ഇവിടെ റെഡിയാകാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് തീ അണച്ചു. 3 വിസിൽ കഴിഞ്ഞ ശേഷം നമ്മൾ തീ അണച്ചു. ദെൻ അതിൻ്റെ ആവിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ആവിയൊക്കെ ഏകദേശം പോയിട്ടുണ്ട് അല്ലേ ചേച്ചിമാരെ? തുറക്കാം നമുക്ക് എന്നാല്. നമ്മുടെ പുഴുക്ക് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. വെന്തിട്ടുണ്ടല്ലേ? നല്ലോണം വെന്തു. നമ്മൾ പുഴുക്കിൻ്റെ ആവിയെല്ലാം കളഞ്ഞ് നമ്മൾ അത് ഇനി ഇളക്കി തേങ്ങയുടെ കൂട്ട് ചേർത്ത് ഇളക്കാൻ പോവുകയാണ്. ആ തേങ്ങയിൽ എന്തൊക്കെയുണ്ടെന്ന്, തേങ്ങ എങ്ങനെയാണ് അത് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്നുകൂടെ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പറയാമോ? തേങ്ങയിൽ ജീരകവും പച്ചമുളകും കൂടിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ പുഴുക്കിനെ എടുക്കുന്ന അതേപോലെ തന്നെ ജസ്റ്റ് ചതച്ച് വെച്ച്. അമ്മമാര് പറയും ജസ്റ്റ് ഒതുക്കി എടുത്താണ് തേങ്ങ ഒതുക്കുക എന്നാണ്. ഇവിടെ കോട്ടയം കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെ പറയുന്നത്. ഈ മുത്തശ്ശിമാരും അവരൊക്കെ അത് ഒതുക്കുക, തോരൻ ഒതുക്കിയെടുക്കുക അങ്ങനെ പറയും. ഇപ്പൊ തിരുവാതിര സ്പെഷ്യൽ പുഴുക്കിലേക്ക് നമ്മുടെ തേങ്ങ കൂടെ നമ്മൾ ആഡ് ചെയ്തു. ഇനി ശ്രീജ ചേച്ചി ശരിക്കും ഇങ്ങനെ ഇളക്കി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുഴുക്കിന് നമ്മൾ തേങ്ങയെ ചേർത്ത് കഴിഞ്ഞിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പുഴുക്കിനകത്തെ ആ ചൂട് കൊണ്ട് തേങ്ങ വെന്തോളൂ. ഞാനിപ്പോ ചോദിക്കാൻ വരുമായിരുന്നു. തേങ്ങ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഐറ്റംസ് തേങ്ങ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഐറ്റംസ് ചെയ്യുമ്പോഴും തേങ്ങ ആഡ് ചെയ്ത ശേഷം നമ്മൾ പിന്നെ അധികം ചൂടാക്കാൻ നിൽക്കില്ല. നമ്മൾ അതിന് അപ്പൊ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്ത് ചെയ്യുന്നത് പതിവ് പുഴുക്കിന്. കാരണം കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ചെയ്യുമ്പോൾ. കറിവേപ്പില ഇട്ടു, പിന്നെ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ. തേങ്ങ വെന്തതിനും വേറൊരു രുചി, ഒത്തിരി വേവാത്തതിനും വേറൊരു ടേസ്റ്റ്. നിൽഷ, നമുക്ക് പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ കൂടിയോ എന്നുള്ളത് നോക്കാം. നോക്കിക്കോ. എന്നിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് പെട്ടെന്ന് തന്നെ തരാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നേരമായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എങ്ങനെയുണ്ട് ചേച്ചി? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലെന്നുള്ളോ? അത് കുറച്ചുകൂടെ ഗ്രേഡ് എങ്ങനെ, എത്ര നമ്മൾ മാർക്ക് കൊടുക്കും? 10-ൽ എത്ര മാർക്ക് കൊടുക്കും? 10-ൽ 8 മാർക്ക് കൊടുക്കാം. 8 മാർക്ക് അത്രയെങ്കിലും നമുക്ക് ചേച്ചിക്ക് കൊടുക്കണ്ടേ? മൊത്തം കൊടുത്താ ശരിയാവില്ല. 10-ൽ 8 മാർക്കുള്ള പുഴുക്ക് പോന്നോട്ടെ. അപ്പൊ ഇതിലല്ലേ? ഇല്ല, ഓക്കെ. അപ്പോൾ നമ്മൾക്കുള്ള, അതായത് എനിക്ക് ഇപ്പോൾ ഉള്ള, പിന്നീട് നമ്മൾ പ്രേക്ഷകർ എല്ലാവരും ഉണ്ടാക്കാൻ പോകുന്ന ആ പുഴുക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ചൂടോടുകൂടി നിൽഷ കഴിക്കാൻ പോവാണ്. കഴിച്ചോട്ടെ. ശ്രീ ചേച്ചിയുടെ അനുവാദത്തോടു കൂടി, കവിത ചേച്ചിയുടെ അനുവാദത്തോടു കൂടി. കോ കുക്കാണ് കേട്ടോ. നമ്മൾ ഈ കോ ഡ്രൈവർ എന്നൊക്കെ പറയുന്നത് കോ കുക്ക്, കൊക്കല്ല, കോ കുക്ക്. ഓക്കെ. അപ്പം ചൂടുണ്ട്. തിരുവാതിര സ്പെഷ്യൽ പുഴുക്ക്. അപ്പം നമ്മൾ പ്രേക്ഷകർക്ക് പുഴുക്ക് നല്ല ടേസ്റ്റോട് കൂടി കഴിച്ച് പ്രാർത്ഥിച്ച് നല്ല ഭർത്താവിനെ കിട്ടാൻ. അപ്പോൾ ഞാൻ നമ്മുടെ തിരുവാതിര സ്പെഷ്യൽ പുഴുക്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. പ്രേക്ഷകരെ സാക്ഷി നിർത്തി. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് നോർമലി ഈ പുഴുക്കൊന്നും ഇഷ്ടമില്ലാത്ത കൂട്ടത്തിലാണ്. പക്ഷെ എന്തായാലും തിരുവാതിര സ്പെഷ്യൽ പുഴുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ എന്തായാലും കുറച്ചുകൂടെ എനിക്ക് വേണം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഈ തിരുവാതിര സ്പെഷ്യൽ പുഴുക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ശ്രീ ചേച്ചി ആൻഡ് കവിത ചേച്ചി, പ്രേക്ഷകർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. കാരണം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് തിരുവാതിര സ്പെഷ്യൽ പുഴുക്ക്.
ഈ സ്പെഷ്യൽ പുഴുക്കിൻ്റെ ഈ സെഗ്മെൻറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അപ്പോൾ അതിനു മുൻപ് ചേച്ചിക്ക് നമുക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സും കൂടെ ഈ പുഴുക്ക് ഞങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി തന്നതിന് താങ്ക്സ് 2 പേർക്ക് അറിയിക്കുകയാണ്. അപ്പോൾ ഈ സെഗ്മെൻറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.